അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡുള്ള രാഹുൽ ഈശ്വറിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ 11 മണി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. കോടതി ഒരാഴ്ച കൊണ്ട് ഞാൻ എത്രത്തോളം വളർന്നുവെന്ന് എനിക്ക് പോലും അറിയില്ല. സ്റ്റേഷൻ ജാമ്യം ലഭിക്കേണ്ട കേസിലാണ് 11 ദിവസമായി ജയിലിൽ കിടക്കുന്നതെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. 4 ദിവസം വെള്ളമില്ലാതെ കഴിഞ്ഞു, 5 ദിവസം ആഹാരം ഇല്ലാതെ കഴിഞ്ഞു, 11 കിലോ കുറഞ്ഞു. ഈ അപൂർവ ഭാഗ്യത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണും? വളരെ സന്തോഷം തോന്നുന്നു. സന്തോഷം കൊണ്ട് സന്തോഷാസുക്കളാ 11 കിലോഗ്രാം കുറഞ്ഞു. തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. നമ്മളൊരു വല്ലാത്തൊരു വിധിയാണ്. എന്തൊരു വിധി ഇത് എന്ന് നമ്മൾ ചോദിച്ചു പോകും. കാരണം നിന്റെ സ്നഗ്ഗി ഇന്ന് ഞങ്ങൾ കാണൂടാ. നടക്കണ റാഫ്റ്റ് അങ്ങോട്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചു, ദിലീപിനെ അനുകൂലിച്ചു. ആ രണ്ടുപേരും അങ്ങനെ സ്വതന്ത്രരായി ഒരു പ്രതിസന്ധികളും ഇല്ലാതെ പുറത്തു നിൽക്കുമ്പോൾ രാഹുൽ ഈശ്വർ അകത്താണ്. ഒരുത്തനെ തിരിഞ്ഞു നോക്കിയില്ല. പൈത്യക്കാരി പാറുണ്ടമോ പട്ടിണി കിടന്ന് ചാവട്ടെ എന്ന് വിചാരിച്ചു കാണും. രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് സ്വന്തം അഭിഭാഷകൻ ഇരിക്കുമ്പോൾ തന്നെ മൈലോട്ട് ഇങ്ങനെയല്ല കാര്യങ്ങൾ, ഇവർ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് വാദിക്കാൻ ശ്രമിച്ചു. പിന്നെ അനുഭവിച്ചോട്ടോ. എന്ത് തൊമ്മാർത്തന കാണിക്കുന്നത്? കോടതിയല്ലേത്? നിങ്ങൾക്ക് തോന്നിയാസം കളിക്കേണ്ട സ്ഥലം ഇത്. സ്വാഭാവികമായിട്ടും നിയമവ്യവസ്ഥയ്ക്ക് വിധേയനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് കോടതിക്ക് സംശയം തോന്നാവുന്ന ചില രീതിയിലാണ്. അപ്പോൾ കോടതി റിമാൻഡ് ചെയ്തു. ലാപ്ടോപ്പ് ഇല്ല, ഇവിടെ ഇല്ലെന്ന് ഞാൻ കള്ളം പറഞ്ഞു എന്നൊക്കെ ആ ലൈനിൽ പറയുന്നുണ്ട്. അപ്പം കോടതിക്ക് അന്നേരം ഇതൊക്കെ കോടതിയും കാണുമല്ലോ, അഭിഭാഷകരും കാണും. അപ്പൊ അന്നേരം മനസ്സിലായി ഇയാള് പോലീസുകാരോട് കള്ളം പറഞ്ഞു. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല കണ്ട.